ജിൻഡോ ജോണിൽ നിന്ന് തുടങ്ങുന്നു. ജിൻഡോ ജോൺ, ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സിറ്റിംഗ് MP ഹൈബീഡിന് 1,69,000 സീറ്റിന്റെ ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ്. എന്നാൽ KJ ഷൈൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് 2 അക്കം കടക്കും കേരളത്തിൽ നിന്നുള്ള BJP സാന്നിധ്യം എന്നാണ്. ഹൈബീഡിന് ഭീഷണിയുണ്ടോ കൊച്ചിയിൽ? അരുൺ, അതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൈബീഡിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ അനുകൂല തരംഗമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഹൈബി ഈഡൻ കഴിഞ്ഞ 5 വർഷക്കാലം എറണാകുളം നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ജനവിധിയുടെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അധികം ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ ജയിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. എന്താണ് ഹൈബി ഈഡൻ ജയിക്കാനുള്ള കോൺഫിഡൻസ് ആയി നിങ്ങൾ കാണുന്നത്? ജനകീയ പ്രവർത്തനം, മണ്ഡലത്തിലെ സാന്നിധ്യം, മറ്റെന്തെങ്കിലും? തീർച്ചയായിട്ടും ഹൈബി ഈഡൻ എന്ന പേര് തന്നെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടറാണ്. അതുമാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ മറ്റൊരു MPക്കും സാധിക്കാത്ത വിധത്തിലുള്ള യുവജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന രീതിയിലുള്ള മെൻസ്ട്രുവൽ കപ്പ് പോലെയുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ. മാത്രമല്ല, ഹൈബി ഈഡൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ അപ്പുറം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ജനവിധി ഹൈബി ഈഡൻ അനുകൂലമായിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്.